പ്രീ വർക്കൗട്ടായിട്ട് ഉപ്പുമാവ് കഴിക്കുന്നത് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുമോ? ഉപ്പുമാവ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടയേർഡ് ആവില്ല, നിങ്ങൾക്ക് ഫുൾ ടൈം എനർജി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നല്ല എനർജിയോടെ. പിന്നെ ഫാറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കും ഉപ്പുമാവ് നല്ലതാണ്. നിങ്ങളുടെ വയറ് ഫുൾ ടൈം ഫില്ലായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും അധികം അങ്ങനെ കഴിക്കാനായിട്ട് തോന്നില്ല. ഞാൻ എൻ്റെ ലെഗ് ഡേയിലൊക്കെ ഉപ്പുമാവായിരിക്കും കഴിക്കുക. അതാകുമ്പം നല്ല എനർജി ഉണ്ടാവും, അത്യാവശ്യം ഹെവി വെയിറ്റ് കളിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ടയേർഡ് ഇല്ലാതെ. മസിൽ പെയിൻ ഉണ്ടാവും, പക്ഷെ ബോഡി ഫുൾ ഓൺ ആയിരിക്കും. ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകാം. നമ്മുടെ വർക്കൗട്ട് പാർട്ട്ണർ അവിടെ തൂണും ചാരിപ്പുണ്ട്. ഇന്ന് നമുക്ക് ബാക്ക് ഡേ ആണേ. ആദ്യം നമ്മൾ ലാറ്റ് പുൾ ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 2 വാമപ്പ് സെറ്റും 2 വർക്കിംഗ് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഓവറായിട്ട് ബാക്കിലേക്ക് ലീൻ ചെയ്യരുത്, അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ബെറ്റർ റിസൾട്ട് കിട്ടുക. രണ്ടാമത് നമ്മൾ സിംഗിൾ ആം കേബിൾ പുൾ ഡൗൺ ചെയ്തു. കുറച്ച് കൂടുതൽ സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നല്ലൊരു എക്സസൈസാണ്, നല്ല ഗ്രോത്ത് കിട്ടും. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം സ്ട്രെച്ച് കൊടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ലോവറിലേക്ക് പുൾ ചെയ്യുക. മൂന്നാമത് നമ്മൾ സീറ്റഡ് ഡ്രോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാർബൽ ഡ്രോ ചെയ്തു. ബാർബൽ ഡ്രോ സുപ്പിനേറ്റഡ് ഗ്രിപ്പാണ് ചെയ്തത്. സുപ്പിനേറ്റഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ബാറാണ് ഗ്രിപ്പ് വരിക. അതെല്ലാം ഒരു 3 സെറ്റ് വീതം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫിനിഷറായിട്ട് ഒരു ഡെഡ് ലിഫ്റ്റും ചെയ്തു. ചെറിയ വെയിറ്റ് ഇട്ടിട്ട് ബാക്ക് കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ഹെൽപ്പ് ചെയ്യും, അതുവേണ്ടി മാത്രം ചെയ്തു. അങ്ങനെ വർക്കൗട്ട് ഫിനിഷ്.